റിവിഷൻ, ഈ ഫുൾ സിലബസ് റിവിഷൻ എന്ന് പറയുന്നത് ഫുൾ, അതായത് അത് കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് ഫ്രീ ആയിട്ടായിരിക്കും ലഭിക്കുക. ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനെക്കുറിച്ചുള്ള ടിപ്സും ട്രിക്സും ഒക്കെ ഞങ്ങൾ 25th നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ അതിന്റെ കൂടെ ആഡ് ഓൺ ആയിട്ടാണ് നമ്മുടെ ഈ മെഗാ റിവിഷൻ വരിക. നമ്മുടെ റാങ്ക് ബൂസ്റ്റർ പാക്ക് ഫ്രീ ആയിട്ട് നമ്മൾ ആക്സസ് കൊടുക്കുന്നതാണ് കേട്ടോ. ഏരിയാസിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്യുമ്പോൾ നമ്മൾ ടെസ്റ്റ് നടത്തും. അന്ന് വൈകുന്നേരം തന്നെ അതിന്റെ ഡിസ്കഷൻ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. നിങ്ങൾക്ക് 5000 rupees ക്യാഷ് ബാക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഇത് 9, 20, 21, 22 ഇങ്ങനെ 5 ദിവസങ്ങളായിട്ട് നമ്മൾ 9 മണിക്കായിരിക്കും ടെസ്റ്റ് നിങ്ങൾക്ക് നൽകുക. അതിന് ടൈമർ ഉണ്ടാകും, നെഗറ്റീവ് മാർക്ക് ഉണ്ടാകും. നമ്മുടെ എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് പറയുമ്പോഴത്തേക്ക് ഒറ്റ ടോപ്പിക്, അതായത് ഒരു സബ്ജക്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ 3 to 5 hours കൊണ്ട് നമ്മൾ ആ ടോപ്പിക് നമ്മൾ, അപ്പം ഈ നെഗറ്റീവ് മാർക്സ് എങ്ങനെ അവോയ്ഡ് ചെയ്യാം കേട്ടോ. അതായത് വളരെ അറിയാലോ, നമ്മുടെ OMR ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും നമുക്ക് JPH വരിക. സോ എങ്ങനെയായിരിക്കും, എന്തൊക്കെ രീതിയിലായിരിക്കും നമ്മൾ OMR ബേസ്ഡ് ടെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. സോ വെൽക്കം ടു എജൂസ് അക്കാഡമി. എജൂസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ JPH എക്സാം, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് എക്സാം അല്ലെ, അത് നമ്മുടെ ഏപ്രിൽ മാസം 26-ാം തീയതിയാണ് എക്സാം നടക്കുക. അപ്പൊ ഇനി നമ്മൾ ഇന്ന് മുതൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 35 ദിവസം ഉണ്ട് അല്ലെ, നമ്മുടെ എക്സാമിന് വേണ്ടി 35 ദിവസം ഉണ്ട്. അപ്പൊ നിങ്ങളുടെയൊക്കെ പ്രിപ്പറേഷൻസ് എങ്ങനെ പോകുന്നു? വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ടല്ലോ അല്ലെ. അതായത് ഇപ്പം പല സ്റ്റുഡൻസും ആക്ച്വലി അവരുടെ ഇപ്പോഴത്തെ പ്രിപ്പറേഷൻ, പലർക്കും വളരെ നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്, നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്. കൂടാതെ അതിനോടൊപ്പം തന്നെ റിവിഷൻ പോകുന്നുണ്ട്, പിന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്. പക്ഷെ ചിലരെങ്കിലും ഒക്കെ ഡിസപ്പോയിന്റഡ് ആയിരിക്കും അല്ലെ, ആ വിചാരിച്ച പോലെ പഠിക്കാനായിട്ട് കഴിയുന്നില്ല. അല്ലെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് എനിക്ക് പഠിച്ചു തീർക്കാം എന്ന് വിചാരിച്ച് ഞാൻ തുടങ്ങിയതാണ്, പക്ഷേ എന്റെ പഠിത്തം അങ്ങോട്ട് പോകുന്നില്ല. ഞാൻ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചു, പക്ഷേ എനിക്ക് സിലബസ് കവർ ചെയ്യാനായിട്ട് കഴിയുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ലെവല് അറ്റൈൻ ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ഞാൻ എങ്ങനെ എക്സാം എഴുതും, അങ്ങനെയൊക്കെ ഒരു വിഷമത്തിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കോൺഫ്ലിക്റ്റിലൊക്കെ ആയിരിക്കുമല്ലേ പലരും. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സ്റ്റഡി സ്ട്രാറ്റജി അത്ര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുന്നില്ല, അങ്ങനെയുള്ള കുറച്ച് പേരെങ്കിലും ഉണ്ടാവും അല്ലെ. സോ അങ്ങനെയുള്ളവർക്ക് ആക്ച്വലി ഒരു ഹെൽപ്പുമായിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഒരു ഒരു സജഷനുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. നമ്മൾ ആക്ച്വലി ഒരു പുതിയ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി നമുക്ക് ഏകദേശം 35 ദിവസമേ ഉള്ളൂ, ഞാൻ പറഞ്ഞു. അപ്പൊ 35 ദിവസമേ ഉള്ളൂ എങ്കിലും ഞാൻ ആക്ച്വലി ഒരു പുതിയൊരു സ്ട്രാറ്റജി നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. നമ്മൾ എജൂസ് അക്കാഡമി JPHന്റെ ഒരു ഫുൾ സിലബസ് റിവിഷൻ കേട്ടോ, ഒരു ഫുൾ സിലബസ് റിവിഷൻ നടത്തുന്നുണ്ട്. കൂടാതെ അതിനോടൊപ്പം പ്രോബബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് വിത്ത് ക്യാഷ് ബാക്ക്. ഞങ്ങൾ ആക്ച്വലി ക്യാഷ് ബാക്ക് എന്ന ഒരു ആശയം കൂടെ മുന്നോട്ട് വെച്ചിട്ട് ഞങ്ങൾ പുതിയ ഒരു റിവിഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽസ്, നമ്മുടെ റിവിഷൻ ബാച്ച് എങ്ങനെയാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്, അത് ഏത് രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുക എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് ഡിസ്കഷൻ ആണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം എല്ലാവരെയും ഞാൻ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ നമ്മുടെ റെഗുലർ ബാച്ച്, ക്രാഷ് ബാച്ച് ഒക്കെ റണ്ണിംഗ് ആണ്. സോ അതിലുള്ള സ്റ്റുഡൻസിന് ഈ റിവിഷൻ, ഈ ഫുൾ സിലബസ് റിവിഷൻ എന്ന് പറയുന്നത് ഫുൾ, അതായത് അത് കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് ഫ്രീ ആയിട്ടായിരിക്കും ലഭിക്കുക. അതായത് അവരുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പാക്കിലേക്ക് തന്നെയാണ് ഈ ഫുൾ സിലബസ് റിവിഷനും ആഡ് ചെയ്യപ്പെടുക. നമ്മുടെ സ്റ്റുഡൻസിന് അറിയാലോ, നമ്മുടെ റിവിഷൻ ഓൾറെഡി നടക്കുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സിനോടൊപ്പം തന്നെ നമ്മുടെ റിവിഷൻസ് നടക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ടോപ്പിക്കിൽ നിന്നുള്ള എക്സാംസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സോ അവർക്കും ഈ ഫുൾ സിലബസ് റിവിഷൻ അവരുടെ പാക്കേജിലേക്ക് ഡയറക്റ്റ് ആയിട്ട്, അതായത് നിങ്ങൾ നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ആക്സസ് കിട്ടുന്നതായിരിക്കും. നമ്മുടെ ഓൺഗോയിങ് ബാച്ച് സ്റ്റുഡൻസിന് എല്ലാവർക്കും ആക്സസ് കിട്ടുന്ന ഒരു ഫുൾ സിലബസ് റിവിഷൻ ആണ് ഞങ്ങൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഈ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഈ റിവിഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്, JPHന്റെ റിവിഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 26th മാർച്ചിലാണ്. 26-ാം തീയതി മാർച്ച് 26-നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഏപ്രിൽ 25 വരെ നമ്മുടെ റിവിഷൻ ഉണ്ടാകും കേട്ടോ. അത് ഒരു മിഷൻ, ഒരു 1 month പ്ലാൻ ആയിട്ടാണ് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. അപ്പം നമ്മുടെ കോഴ്സിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് അല്ലെ, കോഴ്സിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ മെഗാ റിവിഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ആക്ച്വലി സ്റ്റുഡൻസിന് ഓൾറെഡി അറിയാം, അവരുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിനോടൊപ്പം തന്നെ ഒരു നിയർലി ഒരു 100+ hours റെഗുലർ ക്ലാസ് നമ്മുടെ സ്റ്റുഡൻസിന് കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ ആക്ച്വലി ഈ റിവിഷൻ അവരുടെ ഈ 100 hours പ്ലസ് ക്ലാസ്സിനോടൊപ്പം തന്നെ റിവിഷൻ നമ്മൾ അല്ലാതെ തന്നെ ലൈവായിട്ട് പോകുന്നുണ്ട് അല്ലെ. സോ അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിന്റെ കൂടെ ആഡ് ഓൺ ആയിട്ടാണ് നമ്മുടെ ഈ മെഗാ റിവിഷൻ വരിക. 60+ hours ആയിട്ടുള്ള ലൈവ് റിവിഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഫുൾ സിലബസ്, നമ്മുടെ JPHന്റെ സിലബസ് ഫുൾ കവർ ചെയ്യുന്ന തരത്തിലുള്ള സ്ലോട്ടുകളായിരിക്കും നമ്മൾ ഡെയിലി അലോട്ട് ചെയ്യുക. അത് റിവിഷൻ എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ ജസ്റ്റ് ആദ്യം
റിവൈസ് ചെയ്യുന്നു. അതിൽ നിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പ്രോബബിൾ ക്വസ്റ്റ്യൻസ് നമ്മൾ റാഷണൽ സഹിതം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തരത്തിലാണ് നമ്മുടെ മെഗാ റിവിഷൻ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ നമ്മുടെ റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് എല്ലാവർക്കും നമ്മുടെ റാങ്ക് ബൂസ്റ്റർ പാക്ക് ഫ്രീ ആയിട്ട് നമ്മൾ ആക്സസ് കൊടുക്കുന്നതാണ് കേട്ടോ. അതായത് നമ്മുടെ റാങ്ക് ബൂസ്റ്റർ പാക്കിന്റെ സവിശേഷത നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ? അൺലിമിറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അൺലിമിറ്റഡ് ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ്സ് ഉണ്ട്, കൂടാതെ പ്രാക്ടീസ് എക്സാംസ് ഉണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ഇങ്ങനെ വളരെ ക്വസ്റ്റ്യൻസിന്റെ ഒരു വളരെയധികം വലിയൊരു ശേഖരം തന്നെയാണ് നമ്മുടെ റാങ്ക് ബൂസ്റ്റർ പാക്കിലൂടെ നിങ്ങൾക്ക് നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. കൂടാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, ആക്ച്വലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്മുടെ എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ സെയിം ക്വസ്റ്റ്യൻസ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്, ജസ്റ്റ് ഒരു എക്സാം അല്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. കാരണം സെയിം ക്വസ്റ്റ്യൻസ് ഇപ്പം റിപ്പീറ്റ് ചെയ്ത് വരുന്ന ട്രെൻഡ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് സെയിം ക്വസ്റ്റ്യൻസ് തന്നെ നമ്മുടെ എക്സാമിന് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരാറില്ല, പക്ഷെ സെയിം ഏരിയാസിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്യുമ്പോൾ എന്താ അതിന്റെ ഗുണം? ആക്ച്വലി നമ്മൾ അതിന്റെ ഓപ്ഷൻസ് അനലൈസ് ചെയ്യുന്നു, അതിന്റെ ഡിസ്ട്രാക്ടേഴ്സ് അനലൈസ് ചെയ്യുന്നു. കൂടാതെ ഇനി ഈ ഏരിയയിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ രീതിയിൽ ചോദിക്കാം എന്ന് കൂടി നമ്മൾ പറഞ്ഞ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് നമ്മൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ ചെയ്യുക. അത് വീഡിയോ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും, കൂടാതെ തന്നെ അതിന്റെ PDF നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നതായിരിക്കും. പിന്നെ എക്സാം പ്രാക്ടീസ്, അതായത് നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് പ്രാക്ടീസ് എക്സാംസ് നമുക്ക് അറ്റൻഡ് ചെയ്യാം. ദെൻ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്മൾ 5 മോക്ക് ടെസ്റ്റ് വിത്ത് ഡിസ്കഷൻ, അതായത് നമ്മൾ 5 ദിവസം, അതിന്റെ ഷെഡ്യൂൾ ഞാൻ കാണിക്കാം. 5 ദിവസം നമ്മൾ അതേപടി നമ്മുടെ എക്സാം ഏത് രീതിയിലാണ് നടക്കുന്നത് അതുപോലെയുള്ള 5 മോക്ക് ടെസ്റ്റ് നമ്മൾ നടത്തുന്നതായിരിക്കും. കൂടാതെ തന്നെ അതായത് രാവിലെ നമ്മൾ ടെസ്റ്റ് നടത്തും, അന്ന് വൈകുന്നേരം തന്നെ അതിന്റെ ഡിസ്കഷൻ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അതായത് ഇന്നിപ്പോ രാവിലെ ടെസ്റ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം നിങ്ങൾക്ക് ആ ടെസ്റ്റിന്റെ ഡിസ്കഷൻ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അതായത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻ ആയിരിക്കും നൽകുക. ഇതിന് ഒരു ഇമ്പോർട്ടന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഇവിടെ നമുക്ക് 5000 രൂപ ക്യാഷ് ബാക്ക് നമ്മുടെ സ്റ്റുഡൻസിന് നൽകുന്നതാണ് കേട്ടോ. ഇത് ആക്ച്വലി റിവിഷൻ ബാച്ചിലെ സ്റ്റുഡൻസിന് മാത്രമല്ല, നമ്മുടെ എഡ്യൂസ് അക്കാഡമിയിലെ ഓൺഗോയിങ് ബാച്ചിലെ സ്റ്റുഡൻസിനും ലഭിക്കുന്നതാണ്. ഇത് എങ്ങനെയാണ് ലഭിക്കുക? ഞാൻ പറഞ്ഞല്ലോ 5 ടെസ്റ്റ് ആണ് വരിക അല്ലെ. അപ്പം ഓരോ ടെസ്റ്റിലും ടോപ്പ് വരുന്ന 5 ടെസ്റ്റിൽ ഓരോ ടെസ്റ്റിലും ടോപ്പ് വരുന്ന ഒരു കുട്ടിക്ക് 1000 rupees ക്യാഷ് ബാക്ക് ലഭിക്കും കേട്ടോ. അപ്പം അതുപോലെ തന്നെ ഒരേ സ്റ്റുഡന്റ് തന്നെ 5 ദിവസം നിങ്ങൾ ടോപ്പിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് 5000 rupees ക്യാഷ് ബാക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഇതാണ് നമ്മുടെ മോക്ക് ടെസ്റ്റ് വിത്ത് ഡിസ്കഷന്റെ ഷെഡ്യൂൾ വരിക. ടെസ്റ്റ് 1, 2, 3, 4, 5 കേട്ടോ. 18-ാം തീയതി തുടങ്ങി, ഏപ്രിൽ 18, 19, 20, 21, 22 ഇങ്ങനെ 5 ദിവസങ്ങളായിട്ട് നമ്മൾ 9 മണിക്കായിരിക്കും ടെസ്റ്റ് നിങ്ങൾക്ക് നൽകുക. അതിന് ടൈമർ ഉണ്ടാകും, നെഗറ്റീവ് മാർക്ക് ഉണ്ടാകും. നമ്മുടെ എക്സാം പാറ്റേൺ എങ്ങനെയാണോ നടക്കുക, കേരള PSCയുടെ എക്സാം പാറ്റേൺ എങ്ങനെയാണോ നടക്കുക ആ രീതിയിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഈ എക്സാം ലഭിക്കുക. കൂടാതെ തന്നെ അന്ന് വൈകുന്നേരം തന്നെ നമുക്ക് അതിന്റെ ഡിസ്കഷനും ഉണ്ടാവും കേട്ടോ. അപ്പം ഈ രീതിയിലാണ് നമ്മൾ 5 മോക്ക് ടെസ്റ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഓരോ ടെസ്റ്റിലും മുന്നിൽ വരുന്ന ഓരോ സ്റ്റുഡൻസിന് 1000 rupees ക്യാഷ് ബാക്ക് ഉണ്ടാകും. അങ്ങനെ 5 ടെസ്റ്റിലും നിങ്ങൾ മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5000 rupees ക്യാഷ് ബാക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഞങ്ങൾ ഈ ഇപ്രാവശ്യം നമ്മുടെ റിവിഷൻ ബാച്ചിൽ നമ്മൾ നൽകുന്നതാണ് ഫുൾ സിലബസ് മാരത്തൺ റിവിഷൻ. നമ്മൾ ആദ്യം പറഞ്ഞു മെഗാ റിവിഷൻ അത് ഡെയിലി ആയിരിക്കും നടക്കുക അല്ലെ, ഓരോ ദിവസങ്ങളിലായിരിക്കും അത് ഷെഡ്യൂൾ ചെയ്ത് നടത്തപ്പെടുക. ഫുൾ സിലബസ് മാരത്തൺ റിവിഷൻ, മെഗാ റിവിഷൻ ഇതെന്താണ്? ഫുൾ സിലബസ് മാരത്തൺ റിവിഷൻ. മാരത്തൺ റിവിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒറ്റ ടോപ്പിക്, അതായത് ഒരു സബ്ജക്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ 3 to 5 hours കൊണ്ട് നമ്മൾ ആ ടോപ്പിക് നമ്മൾ അല്ലെങ്കിൽ ആ സബ്ജക്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. വളരെയധികം നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിരിക്കുന്ന അല്ലെങ്കിൽ എഫക്റ്റീവ് ആയേക്കാവുന്ന ഒരു കാര്യമാണ് ഈ മാരത്തൺ റിവിഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് 24-ാം തീയതിയാണ്. അതായത് എക്സാമിന് 2 ദിവസം മുന്നേ ആയിരിക്കും നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിന് മാരത്തൺ റിവിഷൻ നൽകുക കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് 25-ാം തീയതി എന്ന് പറയുമ്പോൾ 26-ന് എക്സാം ആണ് അറിയാമല്ലോ. അപ്പൊ 25-ാം തീയതി അതായത് തലേ ദിവസം ഒത്തിരി കാര്യങ്ങളൊന്നും പഠിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഒന്ന് റിലാക്സ് ആയിരിക്കുക, ജസ്റ്റ് 1-2 പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഓർക്കുക. എക്സാമിന് അടുത്ത ദിവസത്തിന് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുക എന്നുള്ളതാണ് ഈ 25-ാം തീയതിയുള്ള നിങ്ങളുടെ ജോലി എന്ന് പറയുക. സോ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയാണ് ഞങ്ങൾ ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങൾ നൽകുന്നതായിരിക്കും. അതായത് ഏതൊരു PSCയുടെ എക്സാം എടുത്തു കഴിഞ്ഞാലും സ്റ്റുഡൻസ് സാധാരണ കംപ്ലൈന്റ് പറയുന്നതാണ്, സാർ ഞങ്ങൾ ഒത്തിരി പഠിച്ചു, ഞങ്ങൾ ഒത്തിരിയൊക്കെ എഴുതിയെങ്കിലും ഞങ്ങൾക്ക് ഒത്തിരി നെഗറ്റീവ് മാർക്ക് വന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാമായിരുന്ന നമ്മൾ സപ്ലിമെന്ററി ലിസ്റ്റിലേക്ക് വന്നു, അല്ലെങ്കിൽ നമ്മൾ ലിസ്റ്റിൽ തന്നെ വന്നില്ല. കാരണം എന്താണ്? നെഗറ്റീവ് മാർക്സ് ആണ്. അപ്പം ഈ നെഗറ്റീവ് മാർക്സ് എങ്ങനെ അവോയ്ഡ് ചെയ്യാം കേട്ടോ. അതായത് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ടിപ്സ് ഉണ്ട് നമുക്ക് എങ്ങനെ നെഗറ്റീവ് മാർക്സ് നമ്മുടെ എക്സാമിന് അവോയ്ഡ് ചെയ്യാം എന്നുള്ളത് അല്ലെ. സോ അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. കൂടാതെ ടൈം മാനേജ്മെന്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടൈം മാനേജ്മെന്റ് നമുക്കറിയാലോ, ആകെ 100 ക്വസ്റ്റിന് 90 മിനിറ്റ് ആയിരിക്കും ലഭിക്കുക. സോ ആക്ച്വലി ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, നമ്മൾ എങ്ങനെ ടൈം മാനേജ് ചെയ്യുക. നമ്മൾ ആക്ച്വലി നമ്മുടെ ക്വസ്റ്റ്യൻസ് വായിക്കുന്നു. ക്വസ്റ്റ്യൻസിൽ ആക്ച്വലി പല ഡിഫിക്കൽട്ടി ലെവലിലുള്ള അല്ലെങ്കിൽ പല ഡിഫിക്കൽട്ടി ഇൻഡെക്സിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ചില ക്വസ്റ്റ്യൻസ്
ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആയിരിക്കും. നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. ചില ക്വസ്റ്റ്യൻസ് നമുക്ക് കുറച്ചൊന്ന് ചിന്തിക്കേണ്ടി വരും, അല്ലെങ്കിൽ കുറച്ചൊന്ന് എഴുതിയൊക്കെ നോക്കേണ്ടി വരും. ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഒത്തിരി ഡെപ്തിൽ ചിന്തിച്ചെങ്കിൽ മാത്രമേ അതിന്റെ ആൻസർ കിട്ടത്തുള്ളൂ അല്ലേ. സോ നമ്മുടെ ടൈം മാനേജ്മെന്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, നമുക്ക് ഈസി ആയിട്ട് വൺ ലൈനറിൽ നമ്മൾ ജസ്റ്റ് വായിച്ചാൽ ഉടനെ തന്നെ നമുക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ നമുക്ക് ശരിയായിട്ട് എഴുതാൻ കഴിയുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ആദ്യമേ കണ്ടെത്തുക. അത് ഒരു ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം എന്താണ്, നെക്സ്റ്റ് ഡിഫിക്കൽറ്റി ലെവലിലേക്കുള്ള ക്വസ്റ്റ്യനിലേക്ക് പോകുക. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം നമ്മൾ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒരു റൊട്ടേഷൻ വൈസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി നമുക്ക് മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് കഴിയും. അല്ലാതെ നമ്മളിപ്പം വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വെച്ച് ആലോചിച്ച് അതിന്റെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടൈം നഷ്ടപ്പെടും, നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പൊ ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനെക്കുറിച്ചുള്ള ടിപ്സും ട്രിക്സും ഒക്കെ ഞങ്ങൾ 25th നൽകുന്നതായിരിക്കും. കൂടാതെ ഹൗ ടു ബി കോൺഫിഡന്റ്, പല കുട്ടികളും പറയുന്നുണ്ട്, സാർ ഇത് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമാണോ, എനിക്കിത് എക്സാം എഴുതാൻ പറ്റുമോ, എക്സാം എഴുതിയാൽ പാസ്സാകാൻ പറ്റുമോ, ഒത്തിരി കുട്ടികൾ എഴുതുന്ന എക്സാം അല്ലേ, അപ്പൊ എങ്ങനെ എനിക്ക് കോൺഫിഡന്റ് ആയിട്ട് എക്സാം ഫേസ് ചെയ്യാനായിട്ട് കഴിയും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നതായിരിക്കും. കൂടാതെ എല്ലാവർക്കും അറിയാലോ, നമ്മുടെ OMR ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും നമുക്ക് JPH വരിക. സോ എങ്ങനെയായിരിക്കും, എന്തൊക്കെ രീതിയിലായിരിക്കും നമ്മൾ OMR ബേസ്ഡ് ടെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. സോ ഈ കാര്യങ്ങൾ നമ്മൾ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്നുള്ള നിലയിൽ നമ്മൾ 25th നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. സോ ഇതാണ് ആക്ച്വലി നമ്മുടെ റിവിഷൻ ബാച്ചിന്റെ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുക. സോ നമ്മുടെ ഇപ്പം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം ഏത് രീതിയിലുള്ള ക്ലാസ്സുകളാണ് അവർക്ക് ലഭിക്കുന്നത്. അവരുടെ ലൈവ് റിവിഷൻസ് നടക്കുന്നുണ്ട്, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഒക്കെ നടക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പഠനം ശരിയായ രീതിയിലല്ല പോകുന്നത് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക കേട്ടോ. നല്ല രീതിയിൽ പഠിച്ച് എല്ലാവർക്കും ജോലി ലഭിക്കാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സൈനിങ് ഓഫ്. ബൈ ബൈ.